അങ്ങേര് ഇഷ്ടം പറഞ്ഞതിന്റെ പേരിൽ മുഖം വീർപ്പിച്ച് നടന്നവള് തന്നെയല്ലേടി നീ? എന്തൊരു കളിയും ചിരിയായിരുന്നു രണ്ടും ഇത്രയും നേരം. ഉം, നീ അങ്ങേരെ ഇഷ്ടാന്ന് പറയില്ല വിചാരിച്ച് ഞാൻ എന്തോരം സ്വപ്നം കണ്ടെന്നറിയോ? ആ, ശാസിക എനിക്ക് സ്വന്തം എന്ന് വിചാരിച്ച് ഞാൻ മണ്ടി. പോട്ടെ. ശാസിക പോയ വേറൊരുത്തൻ. അതാണ് നമ്മുടെ പോളിസി. ഫൈദിബായ് ഇവിടെ എവിടെയും വല്ല ലുക്കനുണ്ടോ നോക്ക് ഈ സുന്ദരിക്കുട്ടിക്ക് വേണ്ടി. നാണ അഭിനയിച്ച് കണ്ണു പൊത്തി പറഞ്ഞവളെ കാണെ ഐറ പല്ല് കടിച്ച് അവളെ നോക്കി. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നീയും റിനു എന്താ ഹോസ്റ്റലിലേക്ക് വരാത്തെ? അപ്പു ഐറനെയും റിനുവിനെയും നോക്കി നെറ്റി ചൊളിച്ചു. എൻ്റെ വീട് ഇവിടെ അടുത്താ. സോ ഞാൻ വീട്ടിലേക്ക് തിരികെ പോയാച്ചു. അല്ല, ഐറ എന്താ ഹോസ്റ്റലിൽ നിൽക്കാത്തെ? ഇളിയോടെ പറഞ്ഞ റിനു അവസാനത്തേക്ക് ഐറയെ നെറ്റി ചൊളിച്ചു നോക്കി. അത് പിന്നെ ഞാൻ ആദമിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കൽ. വാട്ട്? ഐറ പറഞ്ഞത് കേൾക്കെ അവരെല്ലാം ഞെട്ടലോടെ അവളെ നോക്കി. ഓ, അലറി വിളിച്ച് കോളേജ് മൊത്തം അറിയിക്കേണ്ട. ഹേ, നീ എന്തിനാടി ഷാസിഖാന്റെ വീട്ടിൽ താമസിക്കുന്നേ? നിങ്ങളുടെ പ്രണയം വീട്ടിൽ പിടിച്ചോ? എന്താ സംഭവം? റീനു കണ്ണു തള്ളി ഐറനെ നോക്കി. അതെ അതെ, പ്രണയം വീട്ടിൽ പിടിച്ച എല്ലാവരും പ്രണയിക്കുന്ന ആളെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തുകയല്ലേ ചെയ്യുക. നീ ഏതാടി ഓളെ? അങ്ങനെ ഇപ്പോൾ ഷാസിഖാന്റെ പ്രണയം വീട്ടിൽ പിടിച്ച ആദ്യം ഷാസിഖാക്ക് ചീത്ത കേൾക്കും. പിന്നെ ഐറനെ ഷാസിഖാന്റെ അടുത്തേക്ക് പോയിട്ട് ആ വീടിന്റെ പരിസരത്തേക്ക് പോലും ആ വീട്ടുകാരടുപ്പിക്കൂല. അന്നേരം അവൾ അവിഞ്ഞ ക്വസ്റ്റ്യൻ. ഇങ്ങടെ പ്രണയം പിടിച്ചിട്ടാണോ ഷാസിഖാന്റെ വീട്ടിൽ താമസിക്കുന്നതെന്ന്? ഓ, നിന്നൊക്കെ എന്താണ് ഞാൻ പറയേണ്ടത്? ഫുഡടി കഴിഞ്ഞ സ്ഥിതിക്ക് ആൻ ഈ ലോകത്തേക്ക് ജീവിച്ചിരിപ്പുണ്ട് എന്ന രീതിക്ക് റിനുവിനെ നോക്കി പല്ല് കടിച്ചു. ഹേ, അത് പിന്നെ ഒരാവേശത്തിൻ്റെ പുറത്ത് ചോദിച്ചു പോയതാ. റിനു എല്ലാവരെയും നോക്കി ഇളിച്ചു കാണിച്ചു. കഴിഞ്ഞോ നിങ്ങളുടെ സംസാരം? എന്നാ കേട്ടോ, നിങ്ങൾ ഈ പറയുന്ന ശാസ്ത്രമായിട്ടൊരു ബന്ധമില്ല ഞാൻ അവൻ്റെ വീട്ടിൽ താമസിക്കുന്നതിൻ്റെ. അവൻ്റെ അനിയത്തിമാർ എൻ്റെ ഫ്രണ്ട്സാണ്. സോ അവരും അവൻ്റെ വീട്ടുകാരും പറഞ്ഞിട്ടാണ് ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നത്. ഹോസ്റ്റലിൻ്റെ മതിൽ ചാടി പണിക്ക് പോയി വരുന്നതിനേക്കാളും നല്ലത് നേരെ ചൊവ്വെ അവൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതാണ് എന്ന് ഷാസിൻ്റെ ബ്രോ പറഞ്ഞു. എന്തായാലും എൻ്റെ ഡ്രസ്സും മറ്റുമൊക്കെ ഇന്ന് തന്നെ ഹോസ്റ്റലിൽ നിന്ന് എടുക്കണം എന്ന് ചിന്നു പ്രത്യേകം പറഞ്ഞേൽപ്പിച്ച സ്കൂളിലേക്ക് പോയത്. നിങ്ങൾ വാ, ക്ലാസ്സിലേക്ക് പോവാം. എന്നാലും നീ ഭാവി ഭർത്താവിൻ്റെ വീട്ടിൽ ഇപ്പോഴേ താമസിക്കാൻ തുടങ്ങി അല്ലേ? മിസ്സിന് കണ്ണ് വിടർത്തി പറഞ്ഞത് കേൾക്കെ ഐറ അവളെ കണ്ണുരുട്ടി നോക്കി. അതോടെ കുട്ടി സൈലൻ്റായി ചുറ്റും വായി നോക്കി നടന്നു. ഐറക്കടുത്ത് നിന്ന് ഷാസ് നേരെ പോയത് സ്റ്റാഫ് റൂമിലേക്കാണ്. സ്റ്റാഫ് റൂമിൽ കട്ടനം കുടിച്ചിരിക്കുന്ന അർഷിയെ കാണെ ഒരു ചിരിയോടെ ഷാ അവൻക്കടുത്തേക്ക് നടന്നു. ഹാ, ആരിത്? പ്രണയലോകത്തേക്ക് പുതുതായി അഡ്മിഷൻ എടുത്ത ക്യാമകനോ? എന്തായി? ഐറ തിരിച്ച് ഇഷ്ടം പറയുവോടാ? എന്തായാലും വാ, ഇവിടെ ഇരിക്കേ. അർഷി ഷാനെ കാണെ തൻ്റെ ടേബിളിന് മുന്നിലുള്ള ചെയർ കാണിച്ച് അവനെ കളിയാക്കിക്കൊണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവളെ പ്രപ്പോസ് ചെയ്തത് ഈ ഷാസായതിനാൽ വൈകാതെ തന്നെ അവൾ എൻ്റെ പ്രണയം സ്വീകരിക്കും. അതിൽ സാറ് പേടിക്കണ്ട. അല്ല, ഇന്നെന്തേ ക്യാൻറ്റീനിലേക്ക് കണ്ടില്ല? അവിടെ ഇരുന്നു കൊണ്ട് എല്ലാ ടീച്ചേഴ്സിനെയും നോക്കി ഒന്ന് ഇടിച്ചു ഷാ അർഷിയെ നോക്കി. ഒരു ചിന്ന പണിയുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് കട്ടനിങ് ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആ വർക്കിൽ തന്നെ ആയിരുന്നു ഞാൻ. പ്രിൻസിയും സമ്മതം പറഞ്ഞതിൽ പിന്നെ ഈ വർക്ക് നന്നായി ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ആ വർക്ക് മുഴുവൻ ഞാൻ സാറിനെ ഏൽപ്പിച്ചു. പൈസ എത്ര വേണേലും ചോദിച്ചാൽ മതി, ഞാൻ GPay ചെയ്യുന്നുണ്ട്. ഒരു 2 മാസത്തിനുള്ളിൽ സ്റ്റാറ്റ്യൂ റെഡിയായി കിട്ടുമോ? അന്വേഷിക്കട്ടെ. എന്തായാലും ഓഫീസ് റൂമിനടുത്തായിട്ട് ഗ്രൗണ്ടിൽ സ്റ്റാറ്റ്യൂ വെക്കാമെന്ന് തീരുമാനിച്ചു. ബാക്കിയൊക്കെ പിന്നെ സെറ്റാക്കിക്കോളാം. പൈസ തരേണ്ട ചുമതല മാത്രമേ ഞാൻ നിനക്ക് തരുന്നുള്ളൂ. ആർഷി ചിരിയോടെ പറഞ്ഞതും അതിന് ഓക്കെ പറഞ്ഞു ഷാ നേരെ ക്ലാസ്സിലേക്ക് വിട്ടു. താനെന്താ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇവ ഗൗരവത്തോടെ നിഷുവിനെ നോക്കി. കഴിഞ്ഞ ദിവസം നിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ ചെക്കൻ ശരിക്കും നിൻ്റെ ആരാ? നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയല്ലേ അവൻ നിൻ്റെ കാമുകനാണെന്ന് പറഞ്ഞത്? ഇത് ചോദിക്കാനാണോ താൻ എന്നോട് ഇങ്ങോട്ട് അർജൻറ്റായിട്ട് വരാൻ പറഞ്ഞത്? എന്നാ കേട്ടോ, അവൻ എൻ്റെ കാമുകനാണ്. ഞങ്ങളുടെ പ്രണയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാ. അതുകൊണ്ട് ഞങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീത്താൻ നീയായിട്ട് ഇറങ്ങി പുറപ്പെടേണ്ട. ഇവക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഈ ഒരു ചെറിയ കാര്യം ചോദിക്കാൻ വേണ്ടിയാണോ ഇത്രയും തിരക്കിലായിരുന്ന തന്നെ അവനിങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഈ മണ്ടൻ ചോദ്യം കേൾക്കാൻ വേണ്ടിയായിരുന്നു തനിക്കുണ്ടായിരുന്ന മീറ്റിംഗ് പോലും മാറ്റിവെച്ച് താൻ ഇങ്ങോട്ട് ഓടിപ്പിടിച്ചെത്തിയത്. അവൾക്ക് ദേഷ്യം വന്നിട്ട് എന്ത് പറയണമെന്ന് പോലും അറിയില്ല. പക്ഷേ ഇവ പറഞ്ഞത് നിഷുവിന് വല്ലാതെ കൊണ്ടു. എപ്പോഴാണ് ഇവയെ ആത്മാർത്ഥമായി പ്രണയിച്ചു തുടങ്ങിയത് എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ അവൾ മറ്റൊരുവനെ സ്നേഹിക്കുന്നു എന്നത് നിഷുവിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ആസയെക്കുറിച്ചറിയാൻ വേണ്ടി മാത്രമായിരുന്നു ഇവയോട് താൻ അടുപ്പം കാണിച്ചത്, പ്രണയം നടിച്ചത്. പക്ഷേ ഇന്നവൾ മറ്റൊരുവന് അവളുടെ ഹൃദയം സമർപ്പിച്ചു എന്നത് നിഷുവിന് സഹിക്കുന്നുണ്ടായിരുന്നില്ല.
അവൻ ഇവയോട് യാതൊന്നും പറയാതെ അവിടുന്ന് എഴുന്നേറ്റ് പോയതും ഇവ അവൻ പോയ വഴിയെ നോക്കി നിന്നു. ആസയും എമിയും പറഞ്ഞതനുസരിച്ചാണ് സത്യങ്ങൾ പറയാതെ രക്ഷപ്പെടാൻ വേണ്ടി എമിയെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് നിഷുവിന് മുന്നിൽ വരുത്തി തീർത്തത്. പക്ഷേ താൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അത് ഇവയിൽ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കി. ഒപ്പം ഒന്നും പറയാതെ ഇറങ്ങിപ്പോയവനെ കാണെ അവൾ വല്ലാതായിട്ടുണ്ട്. അതെ ഗായ്സ്, ഒരു സന്തോഷ വാർത്ത ചൂടോടെ തരട്ടെ. അതെ, എന്താണ് ആ വാർത്ത എന്നറിയണ്ടേ നിങ്ങൾക്ക്? അതെ, അതിത് തന്നെ. നമ്മുടെ കോളേജിൽ അസ്കർ സാറിൻ്റെ ഒരു സ്റ്റാറ്റ്യൂ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ എല്ലാവരും ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും. ടെൻഡനേൻ. കെവിൻ്റെ ശബ്ദം സ്പീക്കറിലൂടെ ഒഴുകിയെത്തിയതും എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ജവാദും ടീമും ദേഷ്യത്തോടെ നിന്നു. ബാക്കിയെല്ലാവർക്കും ഈ ഒരു കാര്യം സന്തോഷം നൽകി. കാരണം അസ്കർ സാറിൻ്റെ സ്മരണക്കായി നിലനിൽക്കുന്ന ഈ കോളേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ വേണം എന്നത് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. അതിനാൽ തന്നെ എല്ലാവരും കെവിൻ്റെ ചൂടോടെയുള്ള വാർത്ത കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ജവാദിനെയും ടീമിനെയും പോലെ ഈ ചൂടുള്ള വാർത്ത ഐറക്കും അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എന്തിനാണ് പണം വെറുതെ വേസ്റ്റാക്കുന്നത്? ആ സമയം പട്ടിണി കിടക്കുന്നവർക്ക് ഒരു നേരത്തെ അന്നമെങ്കിലും കൊടുത്തൂടെ? അല്ലെങ്കിൽ താമസിക്കാൻ ഇടമില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് കൊടുത്തൂടെ എന്ന അഭിപ്രായത്തിലാണ് ഐറ. ഒരു പ്രതിമ ഉണ്ടാക്കിയാൽ അതുകൊണ്ട് എന്താണ് ഉപകാരം എന്നവൾക്ക് മനസ്സിലായില്ല. അസ്കർ സാറിനും അത് ഉപകാരം ചെയ്യില്ല, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കും അത് ഉപകാരം ചെയ്യില്ല എന്ന് ഐറക്ക് നന്നായിട്ടറിയാം. അതിനെക്കുറിച്ച് ഷാസിനോടൊന്ന് സംസാരിക്കണം എന്ന് തീരുമാനിച്ചവൾ അവിടെ ഇരുന്നു. ഞാൻ അപ്പയെ പറഞ്ഞതാ, ഈ പൊട്ടം പോയ ഒക്കെ കുളമാക്കി കയ്യിൽ തരുമെന്ന്. ഇപ്പം എന്തായി? ഈ മണകുടാഞ്ചം പോയിട്ട് ഒരു കുമ്മില്ലാതെ പറഞ്ഞു പോകുന്നത് കണ്ടില്ലേ? അനൗൺസ്മെൻ്റ് റൂമിൽ നിന്നിറങ്ങി വരുന്ന കെവിയെ പാച്ചു പല്ല് കടിച്ചു നോക്കി. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല മോനെ. എനിക്കറിയാം നിനക്ക് അനൗൺസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ തെണ്ണാണ് നീ ഇപ്പോൾ കാണിക്കുന്നത് എന്ന്. സാരല്ല, പോട്ടെടാ, അടുത്ത അനൗൺസ്മെൻറ്റ് നിനക്ക് ചെയ്യാട്ടോ. ഒന്ന് പോടാപ്പ, ആർക്കാപ്പം അനൗൺസ് ചെയ്യേണ്ടത്? പാച്ചു കെവിയെ പുച്ഛിച്ച് വിട്ടു. ശരിക്കും പറഞ്ഞാൽ കെവി പറഞ്ഞ പോലെ അനൗൺസ് ചെയ്യാൻ പറ്റാത്ത സങ്കടമാണ് പാച്ചു കാണിച്ചത്. രണ്ടാളും അനൗൺസ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പറയും എന്ന് പറഞ്ഞ് വഴക്കിട്ടപ്പോൾ ആ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി ശിവ ടോസ് ഇട്ടതായിരുന്നു. അത് കെവിക്ക് കിട്ടിയതിൻ്റെ സങ്കടമാണ് പാച്ചുവിന്. നിങ്ങൾ തല്ല് കഴിഞ്ഞിരുന്നാൽ ഈ അനൗൺസ് ചെയ്യാൻ പറഞ്ഞ മുതലിൻ്റെ അടുത്തേക്കൊന്ന് പോവായിരുന്നു നമുക്ക്. അക്കു പറഞ്ഞത് കേൾക്കെ ഇരുവരും ഇളിച്ചോണ്ട് തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നതും അക്കുവും റാമിയും ശിവയും ചിരിയോടെ അവർക്ക് പിറകെ നടന്നു. അവർ ആദ്യം പോയത് അവരുടെ സ്ഥിരം പ്ലേസായ മരത്തിന് ചുവട്ടിലേക്കായിരുന്നു. അവിടെ ഷാനെ കാണാത്തോണ്ട് അവർ നേരെ ക്യാൻറ്റീനിലേക്ക് വിട്ടു. അവിടെയും ഷാ ഇല്ലെന്ന് കണ്ടതും നേരെ ലൈബ്രറിയിലേക്ക് ചെന്നു. അവിടെയും ഇല്ലെന്ന് കണ്ടതും അവരെല്ലാം പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഈ പഹയവൻ എവിടെ പോയി ചത്തുകിടക്കുകയാണ്? കെവി പിറുപിറുത്തു. ഇനി ക്ലാസ്സിലായിരിക്കുമോ? ശിവ അവരെ എല്ലാവരെയും നോക്കി. ഏയ്, അതിന് ചാൻസ് കുറവാണ്. ഇനി അവൻ ലവേഴ്സ് കോർണറിലെങ്ങാനും. പാച്ചു പിരികം ചൊളിച്ച് എല്ലാവരെയും നോക്കി. അവൻ പ്രേമിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, സെറ്റായിട്ടില്ല. അതുകൊണ്ട് ലവേഴ്സ് കോർണറിലുണ്ടാവില്ല. അക്കു തീർത്ത് പറഞ്ഞത് കേട്ട് പാച്ചുവും അത് ശരിവെച്ചു. എന്തായാലും നിങ്ങൾ വാ, നമുക്ക് ജസ്റ്റ് ക്ലാസ്സിലൊന്ന് പോയി നോക്കാം. അതും പറഞ്ഞ് ശിവ മുന്നിൽ നടന്നതും പിറകെ ബാക്കിയുള്ളവരും വെച്ച് പിടിച്ചു. നോക്കുമ്പോഴേ ക്ലാസ്സിൽ ഷാ ഇരിക്കുന്നു വിത്ത് പഠിക്കൽ. അവരെല്ലാം കണ്ണ് തള്ളി ഷാനെ നോക്കി ക്ലാസ്സിലേക്ക് കയറിയപ്പോഴാണ് ക്ലാസ്സിൽ ടീച്ചർ ഉള്ളത് ശ്രദ്ധിച്ചത്. എങ്ങോട്ടാ ഇടിച്ച് കയറി വരുന്നത്? ഇതൊരു ക്ലാസ് റൂമാണ്. ഇവിടേക്ക് നിങ്ങൾക്ക് തോന്നുമ്പോൾ കയറി വരാൻ ഇത് സത്രമൊന്നുമല്ല. അതിനൊക്കെ അതിൻ്റേതായ സമയമുണ്ട്. അതെങ്ങനെയാ? എപ്പോഴേലും മര്യാദ ക്ലാസ്സിലിരിക്കാറുണ്ടോ നിങ്ങൾ? തോന്നിയ പോലെ നടക്കാനാണല്ലോ ഇങ്ങോട്ട് കെട്ടിയൊരുങ്ങി രാവിലെ തന്നെ വരില്ല. ടീച്ചർ കലിപ്പിൽ പറഞ്ഞത് കേൾക്കെ പാച്ചു അടുത്ത് നിൽക്കുന്ന അക്കുവിനെ ഒന്ന് തോണ്ടി. ക്ലാസ്സിലേക്ക് കയറി ചെല്ലാൻ മുഹൂർത്തം നോക്കി വേണോ വരാൻ? അത് ഈ തള്ള നേരത്തെ കാലത്തെ പറഞ്ഞിരുന്നേ. ഞാൻ എന്നും മുഹൂർത്തം നോക്കിയായിരുന്നു വരിക. സാരല്ല, പോട്ട്, നാളെ മുതൽ നോക്കാം. പാച്ചു ഓരോന്ന് പറഞ്ഞ് സ്വയം ആശ്വസിപ്പിക്കുകയാണ്. ഇനി പൊട്ടം മിക്കവാറും നാളെ മുതൽ മുഹൂർത്തം നോക്കാൻ നടക്കുമോ എന്ന് മനസ്സിൽ ചോദിച്ചുകൊണ്ട് അക്കു പാച്ചുവിനെ നോക്കി.